ഓക്കെ, എല്ലാവരും വിഷസ് അറിയിച്ചു കഴിഞ്ഞോ? യെസ്, ഓക്കെ, ഫൈൻ. ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് സെഷനിലേക്ക് പോവാം. നിങ്ങൾ പോസ്റ്ററൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ JCAയുടെ സോൺ ട്രെയിനറും അതുപോലത്തെ ടീച്ചറും കൂടെ ആയിട്ടുള്ള രമ്യ സന്തോഷ് മാമിന്റെ സെഷനാണ് വരുന്നത്. ടോപ്പിക് ഓൾറെഡി നല്ലൊരു ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു ഓൾറെഡി നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് സെഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം നല്ല പരിചയമുള്ള ഒരു ടോപ്പിക് പോലെ. സോ ടോപ്പിക് വരുന്നത് ഡിസൈൻ യുവർ ഡെസ്റ്റിനി എന്നുള്ളതാണ്. നല്ലൊരു സെഷൻ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മാം പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രമ്യ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. രമ്യ മാം, ഹലോ, രമ്യ മാം കേൾക്കുന്നുണ്ടോ? രമ്യ മാം, കേൾക്കാം. ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ ദിവസത്തിന്റെ ഭാഗമായി നിങ്ങളൊപ്പം കൂടാൻ സാധിച്ചതില് വളരെയേറെ സന്തോഷമുണ്ട്. 1862 ദിവസം എന്ന് പറയുമ്പോൾ എത്ര ദിവസങ്ങളായി നിങ്ങൾ ഇതിന്റെ ഭാഗമാവാൻ തുടങ്ങിയിട്ട് എന്നത് വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സെഷന്റെ ഭാഗമാവാൻ സാധിച്ചതിലും നിങ്ങളോട് ഓരോരുത്തരോടും സ്നേഹം, നന്ദി അറിയിക്കുകയാണ്. We seek outside the wonders we carry inside us എന്ന് റൂമി പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാരെയും ഉള്ളിലാണ് വണ്ടേഴ്സ് ഉള്ളത്. പക്ഷെ നമ്മൾ അതൊക്കെ തെരഞ്ഞ് പുറത്തു കൂടെ നടക്കുകയാണ്. എവിടുന്ന് കിട്ടും അത്ഭുതങ്ങൾ എന്ന് തെരഞ്ഞ് നാം പുറത്തു കൂടെ നടക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതുള്ളത് നമ്മളെ ഉള്ളിലാണ്. എനിക്കൊരു PPT ഷെയർ ചെയ്യാൻ കഴിയില്ലേ? യെസ് മാം, ഇപ്പൊ ഹോസ്റ്റ് ചെയ്യാം. കാണുന്നുണ്ടോ? ഇമേജ് ആയിട്ട് കാണുന്നില്ലേ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. PPT ആയിട്ട് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല, അപ്പൊ ഇമേജ് ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലാണ് നിധി ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ ഉള്ളിക്ക് നോക്കിയാണ് ആ നിധി നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കവിതയാണ്, പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി, ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുണ്ട നാളുകൾ നീക്കി. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഇരുണ്ട് മുന്നിക്ക് പോയാൽ മാത്രം പോരാ. നമ്മളെ ജീവിതത്തിലുള്ള ആ ഇരുണ്ട നാളുകൾക്കൊടുവിൽ പൂമ്പാറ്റയായി മാറുന്നത് പോലെ, പ്യൂപ്പയിൽ ധ്യാനത്തിലിരിക്കുന്ന പോലെ, ആ ധ്യാനം വിട്ട് ഉണരുമ്പോൾ നമ്മളെല്ലാവരും
നല്ലൊരു പൂമ്പാറ്റയായി മാറണമെങ്കിൽ ആ പുഴുവിന്റെ ആവുന്ന സമയത്ത് നമ്മളെല്ലാരും അറപ്പോടെയാണ് പുഴുവിനെ നോക്കുക. ആർക്കും പുഴുവിനെ വലിയ ഇഷ്ടമല്ല. മേത്തൊരു പൊടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ തട്ടിയിടും. പക്ഷെ ഒരു പൂമ്പാറ്റ പാറുന്നത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. കാരണം എന്ത് ഭംഗിയാണ് പൂമ്പാറ്റേനെ കാണാൻ എന്ന അർത്ഥത്തിൽ നമ്മളെല്ലാരും ആ പൂമ്പാറ്റേനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇതില് ഞാൻ മാത്രം സംസാരിക്കുക അല്ല, നിങ്ങളെല്ലാവരും ഇതിന്റെ ഭാഗമാവണം. ഇപ്പൊ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, നമുക്ക് ടൈപ്പ് ചെയ്യാം, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ഇപ്പൊ ഉള്ള ജീവിതത്തിൽ എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പി ആണെങ്കിൽ എസ് എന്നുള്ളതിന്റെ വൈയും അല്ലെങ്കിൽ നോ എന്നുള്ളതിന്റെ എന്നും ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. ഹാപ്പി ആണെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ യെസ്. ഉണ്ണികൃഷ്ണൻ സർ നോ. ദിവ്യ മാം യെസ്, താങ്ക് യു. നൗഫൽ സർ, ശ്രീഷ്ണ മാം, ദീപ മാം, കൃഷ്ണൻ സർ, താങ്ക് യു. ഷീജ മാം, താങ്ക് യു. യാസ്മിൻ മാം, താങ്ക് യു. ബീന മാം, താങ്ക് യു. ഓക്കെ, അപ്പോ ഇതിലധികം ആളുകളും ഹാപ്പിയാണ്. കഴിഞ്ഞ ഇപ്പൊ മെയ് 31 നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ, അഖില മാം താങ്ക് യു, നമ്മളെ സ്കൂളിൽ നിന്ന് കുറെ ടീച്ചേഴ്സ് റിട്ടയർഡ് ആയി. പക്ഷെ ചില ആളുകൾ മാത്രമേ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. പല ആളുകളും തിരിച്ചു വരാനും മടിയാണ്. എന്താവും അങ്ങനെ തിരിച്ചു വരാതിരിക്കാനുണ്ടാവുന്ന കാരണം? വോയിസ് അൺമ്യൂട്ട് ചെയ്ത് പറയാം. എന്താവും റിട്ടയർഡ് കഴിഞ്ഞ ഇപ്പൊ കുറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഒക്കെ റിട്ടയർമെന്റ് ഡേ ആയിരുന്നു മെയ് 31 അതേപോലെ മാർച്ചിലും. എന്താവും പോയ ആളുകൾ തിരിച്ചു വരാതിരിക്കാൻ കാരണം? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജാസ്മിൻ മാമിനെ മാത്രമേ കാണണേ ഉള്ളൂ. അതുകൊണ്ട് എന്താവും പോയ ആളുകൾ തിരിച്ചു വരാതിരിക്കാൻ കാരണം? അവർക്ക് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടാവും. ഒന്ന് മാം പറഞ്ഞ പോലെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നതാവും. പക്ഷെ എന്നീ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു 10 ദിവസമൊക്കെ ഓക്കെ, വീട്ടില് ഇരുന്ന കുറെ ദിവസമായില്ലേ ഈ പോക്കുന്ന്. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ആസ്വദിക്കാനുള്ള മൂഡിലാവോ നമ്മള്? അതോ മടുത്തു പോവോ? എങ്ങോട്ടേലും ഒന്ന് പോയാൽ മതി എന്ന തരത്തിലേക്ക് മാറില്ലേ? അപ്പൊ നമുക്ക് പ്ലാനിങ് ഉള്ള ആളാണെങ്കിലേ ഓക്കെ അവര് രാവിലത്തേക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ വീണ്ടും ജീവിച്ചു തുടങ്ങുമായിരിക്കും പുതുതായിട്ട്. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് മാം പറഞ്ഞ പോലെ. ചില ആളുകൾ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചില ആളുകൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ 56 വയസ്സായി എന്നുള്ള തരത്തിൽ പോണത്. നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ നമ്മള് വീണ്ടും പോവുള്ളൂ. നമ്മള് കിട്ടുന്നിടത്ത് മാത്രമേ നമുക്ക് പോകാൻ തോന്നുന്നു. ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോയാലും ലാസ്റ്റ് എവിടെ എത്തുക? നമ്മളെല്ലാരും തിരിച്ച് എവിടേക്ക് യാത്ര പോയാലും തിരിച്ച് എവിടേക്ക് എത്തുക? നമ്മുടെ വീട്ടില്, നമ്മുടെ വീട്ടിക്ക്. യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് പോയി വീട്ടിക്ക് എത്താനുള്ള ഒരു എന്താ പറയാ, ഒരു ജേണി തന്നെയാണ് ഓരോ യാത്രകൾ. അപ്പൊ നമ്മളെ വീട്ടിലേക്കാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചെത്തുക. നമുക്ക് അവിടുന്ന് എന്തോ ഒന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിക്ക് തിരിച്ചെത്തുക. നമുക്ക് ഇഷ്ടമാണ് നമ്മളെ റൂം, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നിടത്ത് മാത്രമേ നമുക്കെല്ലാം തിരിച്ചു ചെല്ലാൻ തോന്നൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ തിരിച്ചു ചെല്ലാൻ തോന്നുന്ന തരത്തിൽ കിട്ടുന്ന ചില പ്രവർത്തനങ്ങള്, എവിടെയാണെങ്കിലും, ഒരു വീട്ടിലാണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലും നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ വേറെ ആരും നമുക്ക് വേണ്ടി കാഴ്ചവെക്കില്ല. നമ്മൾ തന്നെ അതിനു വേണ്ടി കാഴ്ചവെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജീവിതത്തില് തിരിച്ച് എവിടെയാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും തിരിച്ച് എല്ലാം കഴിയുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റുള്ളൂ. അതിന് മനഃപൂർവ്വം നമ്മൾ ശ്രമിച്ചേ പറ്റൂ. ഒരു കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ഒരു ഗുരു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ ചെന്നു. ഗുരു, താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കുറച്ച് ഉപദേശം വേണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അങ്ങ് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് ശിഷ്യൻ ചെല്ലുന്നത്. ആ സമയത്ത് കൺഫ്യൂഷ്യസ് ഒരു ധ്യാനത്തിൽ ഇരിക്കുന്നു. ഇദ്ദേഹം ഒന്നും മുണ്ടിയില്ല. എന്നുവെച്ചാല് ധ്യാനത്തിലായിരുന്നല്ലോ.
അപ്പൊ ഇവന് ശിഷ്യന് ദേഷ്യം വന്നു. കാരണം ഒന്നും മുണ്ടാതിരിക്കും, ഇത്രയും കേട്ടിട്ടൊന്നും മുണ്ടാതിരിക്കുന്നത്. അവനൊന്നും പ്രതികരിക്കാതെ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ വന്നു. ആ സമയത്തും ഗുരു ധ്യാനത്തിലായിരുന്നു. ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് താങ്കൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. താങ്കൾക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നാണ് ചുറ്റുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും ഗുരു ധ്യാനത്തിൽ തന്നെ ഒന്നും സംസാരിക്കാതെ ഇരുന്നു. പിറ്റേ ദിവസം, മൂന്നാമത്തെ ദിവസവും ഈ ശിഷ്യൻ വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഇക്കാര്യം തന്നെ ആവർത്തിച്ചു. ഗുരു പതുക്കെ കണ്ണു തുറന്നു. ഇത് ശിഷ്യനോട് പറഞ്ഞു, നീ അകത്ത് പോയിട്ട് ഒരു പാത്രത്തിൽ, അവന് അന്ന് ദേഷ്യം വന്നിട്ടാ പറഞ്ഞത്, 2 ദിവസമായി ഞാൻ ഇതിനു വേണ്ടി നടക്കണു, ഇത്രയും കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത എന്നുള്ള രൂപത്തിൽ ദേഷ്യം വന്നിട്ടാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഗുരു അതൊക്കെ കേട്ടിട്ട് സമാധാനമായിട്ടാണ് മറുപടി പറഞ്ഞത്. എന്താ പറഞ്ഞ വെച്ചാൽ, നീ അകത്ത് പോയിട്ട് ഒരു പാത്രം ഉണ്ട്, അത് എടുത്തു വാന്ന് പറഞ്ഞു. ഒരു കല ആയിരുന്നു. അപ്പോ ചെന്നു ആ ശിഷ്യൻ പോയിട്ട് ആ മണ്ണിന്റെ കല എടുത്തു വന്നു. അതിന് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു ഗുരു. അപ്പൊ അവൻ വീണ്ടും 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 വെള്ളം പാർന്ന് വെള്ളം നിറച്ചു. പക്ഷെ അതിൽ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഗുരു പറഞ്ഞു വീണ്ടും നിറയ്ക്കാൻ. ശിഷ്യൻ പറഞ്ഞു, ഇത് നിറഞ്ഞല്ലോ, ഇനി ഇതിൽ നിറയ്ക്കാൻ കഴിയുന്നില്ല ഗുരു എന്ന് പറഞ്ഞു. അപ്പോ ഗുരു പറഞ്ഞു അവനോട്, നിന്റെ വിചാരം നിന്റെ ഉള്ളിൽ ഫുള്ള് അറിവാണെന്നാണ്. അതിലേക്ക് ഇനി വെള്ളം പാരാൻ പറ്റൂല. നിറഞ്ഞ കുടത്തിലേക്ക് വെള്ളം പാരാൻ പറ്റാത്തതുപോലെ നീ മുഴുവൻ അറിവുള്ള ആള് എന്നുള്ള ധാരണ നിന്റെ അടുത്തുള്ളിടത്തോളം കാലം അതിന്റെ മേലേക്ക് ഇനി നമുക്ക് വെള്ളം പാരാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ മനസ്സിൽ അറിവുണ്ട് എന്നുള്ള ചിന്ത, നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് മനസ്സിൽ ഇത്രയും ഉള്ളിലുള്ള ഇങ്ങനത്തെ ഒരു അഹങ്കാര ചിന്തേനെ പുറത്തിട്ടാൽ മാത്രമേ പുതിയത് നിറയ്ക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ മനസ്സിലൊക്കെ എല്ലാം അറിയുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ കുട്ടികളോടുള്ള പെരുമാറ്റം, നമ്മൾ കുട്ടികളെ ഒരിക്കലും, ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെയുണ്ട് എങ്കിലും ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ നമ്മൾ കണക്കാക്കാറില്ല. ഇപ്പൊ വീട്ടിൽ എന്തൊരു കാര്യം നടക്കുമ്പോഴും നമ്മൾ എത്രത്തോളം ചോദിക്കാറുണ്ട് കുട്ടികളോട് അഭിപ്രായം? വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറെ മാറി. അവരെ അഭിപ്രായം കേട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോലെ. പക്ഷെ ഒരു വ്യക്തി എന്ന രീതിയിൽ അവരെ കാണാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. വേറൊന്നും മനസ്സിലാക്കേണ്ടത്, നമ്മളെ കയ്യിലുള്ള മൊബൈൽ കൊടുത്ത, അല്ലെങ്കിൽ വീട്ടിലുള്ള ലാപ്പ് കൊടുത്ത, ടാബ് കൊടുത്ത നമുക്കാണ് അവർക്കാണ് കൂടുതൽ അറിയാൻ. പിന്നെ ചിന്താഗതി തന്നെ അവർക്ക് മാറ്റമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കഥ വായിച്ചതാണ്. അപ്പോ അച്ഛനമ്മയും മോളോട് പറഞ്ഞത്രേ, നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം, നിനക്ക് നന്നായിട്ട് നീ പഠിക്കും. കേൾക്കുന്നില്ലേ? ഹലോ, പറഞ്ഞോളൂ മാം, അത് അവരുടെ മ്യൂട്ടായി പോയതായിരിക്കും. ഓക്കെ. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞത്രേ. പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചാൽ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. അപ്പം പരീക്ഷയൊക്കെ കഴിഞ്ഞ് മോളൊന്നും ചോദിച്ചില്ല. അങ്ങനെ അവൾ 5ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് ഒരു ദിവസം അച്ഛന്റെ അമ്മേന്റെ അടുത്തേക്ക് വന്ന് അവള് പറഞ്ഞത്രേ, എനിക്കിപ്പോ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ചെയ്തു തരണം. ഇവര് ഞെട്ടി, എന്താ അന്ന് പറഞ്ഞ കാര്യം? നിങ്ങളല്ലേ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞത്. ആ സമയത്ത് ആ കുട്ടി അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം വെച്ചാല്, എനിക്ക് എന്റെ മുടി മൊട്ടടിക്കണം എന്നാ. മുടി മൊട്ടടിക്കണം എന്ന് ആ കുട്ടി ആവശ്യപ്പെട്ടപ്പോ ഇവരാകെ ഞെട്ടി, അച്ഛനും അമ്മയും ഞെട്ടി. എന്ത് ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നത്? ഇത്രയും നല്ല മുടി മൊട്ടടിക്കണം എന്നോ? അങ്ങനെ അവര് പറഞ്ഞതാണല്ലോ. അപ്പൊ വാക്ക് പാലിക്കുക എന്നുള്ള നിലയ്ക്ക് നമ്മളെ കണ്ടാണല്ലോ കുട്ടികൾ പഠിക്കുക. അവര് അത് സമ്മതിച്ചു. അങ്ങനെ ഈ കുട്ടി ഫുള്ള് മുടി മൊട്ടടിച്ചാണ് അന്ന് ക്ലാസ്സിൽ പോയത്. ക്ലാസ്സിൽ പോയി ഇവർക്ക് എന്താ ഇവളിങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്ന് മനസ്സിലായില്ല. അങ്ങനെ ഇവര് സ്കൂളിലേക്ക് ഈ കുട്ടീന്റെ കൂടെ പോയ സമയത്ത് പ്രിൻസിപ്പളിന്റെ റൂമിൽ കയറി. കുട്ടി ക്ലാസ്സിലാണ്. അപ്പൊ പ്രിൻസിപ്പൾ ഇവരോട് പറഞ്ഞത്, ഒരു 11 വയസ്സുകാരിന്റെ മനസ്സിൽ ഉള്ളൊരു ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കണം. കാരണം നിങ്ങൾ അത്രയും നല്ല രക്ഷിതാക്കളാണ്. സ്വന്തം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ക്യാൻസർ ആയിട്ട് മുടി മുഴുവൻ പോയിരുന്നു കീമോ ചെയ്തതിന് ശേഷം. അപ്പൊ ഈ കുട്ടി അവനെ എല്ലാരും കളിയാക്കുന്നുണ്ട് എന്ന് അവന് ഫീൽ ചെയ്യുന്ന ആ രൂപത്തില് എല്ലാവർക്കും പറ്റും ഇത്. അതായത് അസുഖമുള്ളവർക്കും അസുഖം ഇല്ലാത്തവർക്കും മുടി മൊട്ടടിക്കാം, അല്ലെങ്കിൽ മുടി പോവാം എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ കുട്ടി മൊട്ടടിച്ചു പോയത്.
അപ്പൊ അത് കേട്ടപ്പോ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കുട്ടികള്. നമ്മളൊരു ജനറേഷൻ വിട്ട് ഈ ജനറേഷനിൽ എന്തെങ്കിലും ഒരു അസുഖം, ഇപ്പൊ എന്റെ ക്ലാസ്സിലുണ്ട് ഒരു ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടി. നമ്മൾ ഞെട്ടും കുട്ടികളെ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്യണ കണ്ടാല്. അത്രയും കെയർ ചെയ്തിട്ടാണ് ഇപ്പത്തെ നമ്മളെ കുട്ടികൾ, അത് 2ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് ഓർക്കണം. അത്രയും കെയർ ചെയ്തിട്ടാണ്, അവർക്ക് പ്രത്യേക പരിഗണന ഒന്നുമില്ല, എല്ലാവരും വ്യക്തികളാന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ നമ്മളെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം വെച്ചാൽ നമുക്ക് തിരിച്ചു ചെല്ലാൻ തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് എവിടേക്കും തിരിച്ചു ചെല്ലാൻ സാധിക്കൂ എന്നാണ്. രണ്ടാമത്തത്, നമ്മുടെ ഉള്ളിലുള്ള ആ എല്ലാം തികഞ്ഞു എന്നുള്ള ആ ബോധത്തിനെ എടുത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമുക്കൊരു സെൽഫ് ഡിസ്കവറിയാണ്. ഇപ്പോ നമുക്കറിയാം സെൽഫ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിനെ ഉണ്ട്. ഇപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഉള്ളിലുള്ള ശക്തി എത്രത്തോളാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ടാവും. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു നടനെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിരുന്ന ഫഹദ് ഫാസിലിന്റെ പാട്ട് ആർക്കെങ്കിലും അറിയോ? ഫഹദ് ഫാസിലിന്റെ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിരുന്ന ആവേശം എന്ന് പറഞ്ഞ സിനിമയത്തെ ഒരു പാട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ സാർ കേട്ടിട്ടുണ്ട്. എന്താണ്? വെരി ഗുഡ് പ്രീത മാം, താങ്ക് യു വെരി മച്ച്. ഇല്ലുമിനാത്തി, കുട്ടികളെ വായന മുഴുവൻ ഇല്ലുമിനാത്തി ആയിരുന്നു. അപ്പോ ഫഹദ് ഫാസിലിന് അതിന്റെ മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഇത്രയും ഫേമസ് ആകുന്നതിന് മുമ്പേ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിന്റെ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും സെൽഫ് ഡിസ്കവറി എന്നുള്ള പറയുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. 2002 ഫഹദ് കയ്യെത്ത് ദൂരത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഫാസിലിന്റെ മകൻ എന്നുള്ളൊരു ഒരു അമിതഭാരം ഫഹദ് ഫാസിലിനുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആ സിനിമ വൻ പരാജയമായതിനു ശേഷം 2009 കേരള കഫേയിൽ പിന്നീട് അദ്ദേഹം വരുന്നത്. അപ്പൊ 2002 ശേഷം 2009 വരെ ഫഹദ് ഫാസിൽ എവിടെയായിരുന്നു? വേറെ എവിടെയായിരുന്നില്ല, സിനിമ പഠിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒരു വൻ പരാജയത്തിന് ശേഷം തന്റെ ശക്തി മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന ഫഹദ് ഫാസില് പിന്നെ അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റായി മാറി. പ്രമാണിയില്, ഡയമണ്ട് നെക്ലേസില്, ബാംഗ്ലൂർ ഡേയ്സില്, അങ്ങനെ കുമ്പളങ്ങി നൈറ്റ്സില്, ഇപ്പൊ ഇതാ ആവേശത്തില്. കുട്ടികളെ വായിലും നമ്മളെ വായിലും അതെ ആ പാട്ട് എന്നും നിലനിൽക്കുന്നത്. അത്രയും ഉഷാറായിട്ടായിരുന്നു രണ്ടാമത്തെ വരവ്. അപ്പോ ഫഹദ് ഫാസിലിന്റെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് ഫഹദ് ഫാസിലിനോട് ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു, സിനിമ പഠിക്കാനായിരുന്നോ മാറി നിന്നതെന്ന് ചോദിക്കുമ്പോ ഫഹദ് ഫാസിൽ പറഞ്ഞു, ഞാൻ പഠിച്ചത് ഫിലോസഫിയാണ്. ഫിലോസഫി പറഞ്ഞ ലവ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തെ സ്നേഹിക്കാനാണ് ഞാൻ പഠിച്ചത് എന്നാണ്. അപ്പൊ യഥാർത്ഥത്തില് ഹീസ് ആൻ ആക്ച്വലി ഹീറോ ആണ്. കാരണം ഒരു രണ്ടാം വരവുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊക്കെ എനിക്ക് നല്ല വീടില്ല, നല്ല കാറില്ല, അതില്ല, ഇതില്ല, മറ്റതില്ല, അങ്ങനെ പറഞ്ഞു നടക്കുമ്പോ ഇതിനാരും തെറ്റ്. നമ്മൾ ആരെ മക്കളായി ജനിച്ചു എന്നത് നമ്മുടെ തെറ്റല്ല. നമ്മളെ അച്ഛനും അമ്മയും ആരായി എന്നത് നമ്മളെ തെറ്റല്ല. പക്ഷേ നമ്മള് മരിക്കുമ്പോഴും ജനിച്ച അതേ രൂപത്തിലാണ് നമ്മളെ സാഹചര്യമെങ്കിൽ അതിനാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അത് നമ്മളെ മാത്രം തെറ്റാണ്. നമ്മൾ ഉയരണമെങ്കിൽ വേറെ ആരും പരിശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് നോക്കുക, നമ്മൾ തന്നെ അതിനായിട്ട് പരിശ്രമിക്കുക ചെയ്യാം. അപ്പോ ടാഗോറിന്റെ ഒരു വാക്കുണ്ട്, നിങ്ങൾ പാടാൻ വന്ന പാട്ട് അല്ലെങ്കിൽ ഞാൻ പാടാൻ വന്ന പാട്ട് ഇനിയും പാടി തുടങ്ങിയിട്ടില്ല എന്ന് ടാഗോറിന്റെ ഗീതാഞ്ജലിയില് പറയുന്ന ഒരു വാക്കുണ്ട്. അത് സത്യമാണ്. കാരണം നമ്മളെ ഏറ്റവും നല്ല ദിവസം ചിലപ്പോ ഇന്നാവും. AR റഹ്മാനോട് ഏറ്റവും നല്ല താങ്കൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ചോദിച്ചപ്പോ റഹ്മാന്റെ മറുപടി ഇതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വന്നിട്ടില്ല, അത് ഇനിയും വരാൻ പോണേ ഉള്ളൂന്ന്. അതുപോലെ തന്നെയാണ് ടാഗോറിന്റെ ഗീതാഞ്ജലിത്തെ വാക്കുകളും. നമ്മളെല്ലാരും മാണിക്യക്കല്ല് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടതാണ്. അന്ന് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് പറയാണ്,
ആ സിനിമയ്ക്ക് പൃഥ്വിരാജ് തന്റെ ക്ലാസ്സിൽ പൃഥ്വിരാജിന്റെ മുഖവും കുരങ്ങന്റെ ബോഡി വരച്ചൊരു ചിത്ര ബോർഡിൽ വരച്ചപ്പോ പൃഥ്വിരാജ് എന്ന മാഷ് ആ വിനയ മാഷ് ആ കുട്ടികളോട് പറയുന്നുണ്ട്, ആരാണ് ഈ ചിത്രം വരച്ചത്? കുട്ടികൾക്ക് എല്ലാവർക്കും പേടിയാവാണ്. മാഷ് പുതിയതായിട്ട് സ്കൂളിലേക്ക് വന്നതാണ്. അങ്ങനെ 1, 2, 3, 10 വരെ എണ്ണും. അതിന്റെ ഉള്ളിൽ ആരാണ് വരച്ചത് എന്ന് ഇത് പറയണം എന്ന് പറയുന്ന സമയത്ത് കുട്ടികളെല്ലാരും പേടിച്ചിരിക്കുമ്പോ ബോർഡില് 1, 2, 9 വരെ എഴുതി കഴിഞ്ഞപ്പോഴേക്ക് ആ കുട്ടി, ആ വരച്ച കുട്ടി എണീറ്റ് നിന്നപ്പോ എല്ലാരും കൈ നീട്ടി കണ്ണടച്ചാണ് കുട്ടി നിൽക്കുന്നത്, അടി ഇപ്പൊ കിട്ടും എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ആ മാഷ് ആ കയ്യിലേക്ക് ഒരു കളറിന്റെ ബോക്സ് വെച്ച് കൊടുക്കുമ്പോ ആ കുട്ടീന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം അത് ചെറുതല്ല. അപ്പൊ നമ്മളടുത്തുണ്ട് ചില വളർത്തുന്ന ഇടപെടലുകളും തളർത്തുന്ന ഇടപെടലുകളും. നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക്, അമ്മയ്ക്ക്, അച്ഛന്, നമ്മൾ എത്രത്തോളം അവരെ വളർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു വളർത്തുന്ന ഇടപെടൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിളക്ക് കെടാതെ കത്തണമെങ്കിൽ അതില് എണ്ണ പകർന്നേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ കെടാതെ കത്തണമെങ്കിലും നമ്മൾ മറ്റുള്ളവരെ വളർത്താനുള്ള സാഹചര്യങ്ങള് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ വളരണമെങ്കിലും നമുക്ക് എണ്ണ ഒഴിച്ചിരുന്നേ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലൊരു എണ്ണയാണ് ഈ 5am ക്ലബ്ബ് എന്ന് മനസ്സിലായി. കാരണം ഇത്രയും നേരത്തെ ഇത്രയും ആളുകൾ ഇതിന്റെ ഭാഗമാവുക എന്നുള്ളതിന് തന്നെ വളരെ സന്തോഷം. പിന്നെ നമ്മൾ എല്ലാവരും ജനിച്ചാൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ അതൊന്നും ഓർക്കുന്നില്ല. നമ്മൾ മരിക്കും എന്നുള്ളത് ഓർക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ മരിച്ച ദിവസം പേപ്പറിൽ വാർത്ത വന്നാൽ എന്താവുന്ന്? ലോകപ്രശസ്തനായ ഇയാൾ മരിച്ചു എന്നാണോ? അതോ ആരും അറിയാതെ മണ്ണിന്റെ ഭാഗമായി നമ്മൾ മാറും? അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തില് നമ്മളെ കണ്ടുപിടിക്കേണ്ടത് വേറെ ആരുമല്ല, നമ്മൾ മാത്രമാണ്. നമ്മളെ ഡെസ്റ്റിനി, വിധി തീരുമാനിക്കാനുള്ള കഴിവ് ദൈവത്തിന് ഒരു പരിധി വരെ ഉണ്ടെങ്കിലും, പക്ഷെ വിധി എങ്ങോട്ട് പോണം എന്നുള്ള തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ പറയുന്നത്, ആദ്യം പറഞ്ഞ പോലെ തിരിച്ചു ചെല്ലാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ചില കാര്യങ്ങൾക്ക് നോ പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറയുക. അതുപോലെ ഉള്ളിലുള്ളതിനെ പുറത്തിട്ട് എന്തും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മളടുത്തുണ്ടാവുക. മറ്റൊന്ന്, വളർത്തുന്ന ഇടപെടലുകൾ ഉണ്ടാവുക. ആരെയാണെങ്കിലും, നമ്മളെ മക്കളെയാണെങ്കിലും, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒരു വളർത്തുന്ന ഇടപെടൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെയുള്ള ഒരു ട്രെയിനറാണ്, ജിസിന്റെ ട്രെയിനറാണ്. അദ്ദേഹത്തിന്റെ മോന്റെ റിസൾട്ട് വന്ന സമയത്ത് പുതിയ സ്കൂൾ +1 ചേരാൻ പോവാണ്. അങ്ങനെ ചേരാൻ പോകുന്ന സമയത്ത് പോയോണ്ടിരിക്കുമ്പോ ഇവന്റെ മാർക്ക് ലിസ്റ്റ് അവന് എടുത്തിട്ടില്ല. അപ്പൊ പോയി കുറച്ചൊരു 2-3 കിലോമീറ്റർ ദൂരം പോയിട്ടുണ്ട്. മാർക്ക് ലിസ്റ്റ് എടുക്കാൻ മറന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യാ, അപ്പളേ പറഞ്ഞതാണ് അതെടുക്കൂല ഇതെടുക്കൂല, ഇന്നലെ തന്നെ എടുത്തേക്കാൻ പറഞ്ഞതാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഇവനോട് ഒന്നും പറഞ്ഞില്ല, ഒരു ചീത്തയും പറഞ്ഞില്ല. പിന്നെ ഒരു ചീത്തയും പറയാതെ തന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അവന് എടുക്കാൻ മറന്നിട്ടുണ്ട്, തൽക്കാലത്തിന് ഒരു കോപ്പി കിട്ടിയാൽ മതി, അത് ഡൗൺലോഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോണ വഴിക്ക് ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് അത് വാങ്ങി. ഇവനോട് അതിനെ കുറിച്ച് ഒരു ചീത്തയും പറഞ്ഞില്ല. തിരിച്ചു വന്നിട്ട് ആ സാറ് പറഞ്ഞ കാര്യം, ഞാൻ അവനെ അന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മൂഡ് മൊത്തം പോകുമ്പോ തന്നെ തീർന്നേനെ. അവന് സ്കൂൾ ഇഷ്ടപ്പെടില്ല, അവിടെ ചേരാൻ പോകുന്ന സ്കൂൾ ഇഷ്ടപ്പെടില്ല, ഒപ്പം പോയ എന്നെയും ദേഷ്യമാവും. കാരണം ഒന്നാമത് കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാത്തതുകൊണ്ട് അവന് കാര്യങ്ങൾ മനസ്സിലായി. പോണ വഴിക്ക് അവൻ എന്നോട് പറയാണ്, ഉപ്പ, ഞാന് എടുക്കാൻ മറന്നത് വളരെ തെറ്റായില്ലേ, ഇന്നലെ തന്നെ എടുത്തേക്കാൻ പറഞ്ഞതായിരുന്നു, ഞാനത് വിട്ടുപോയി, ഇനി ആവർത്തിക്കില്ല. ഒപ്പം അതാണ് ശരിക്ക് നമ്മൾ ആ ചീത്ത പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇനി ഒരിക്കലും മറക്കരുത് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് പക്ഷെ ആ പറയുന്ന രീതി മാറിയപ്പോ ആ കുട്ടി സ്വയം തിരിച്ചറിഞ്ഞ് അതിനുള്ള റിസൾട്ട് കിട്ടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയും തുറക്കാത്ത കുറെ സമ്മാനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തില്. നമ്മൾ ശരിക്കൊന്ന് നോക്കിയാ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ മക്കളും ചുറ്റുമുള്ള പ്രകൃതിയും ഓരോ ജീവജാലങ്ങളും നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തില് അവരിലുള്ള ആ സമ്മാനങ്ങള്, നിധി നമുക്ക് കണ്ടെത്താൻ എന്നാണോ സാധിക്കുന്നത്, അന്ന് നമ്മളെ ജീവിതത്തില് നമ്മൾ വിജയിക്കാനുള്ള തുടങ്ങി എന്നത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിനം ജീവിതം ആശംസിക്കുന്നു. ഒറ്റ കാര്യം കൂടിയും പറഞ്ഞിട്ട്,
ഒറ്റപ്പതിപ്പുള്ള പുസ്തകം ഈ ജന്മം, ഒറ്റത്തവണ ഓരോ പുറവും നോക്കി. ഒറ്റപ്പതിപ്പുള്ള പുസ്തകം ഈ ജന്മം, ഒറ്റത്തവണ ഓരോ പുറവും മറിക്കുവാൻ മാത്രം നിയോഗം. ONV ഈ കവിത പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ജീവിക്കാം. ടു ലീവ്, ടു ലവ്, ടു ലേൺ, ടു ലീവ് എ ലെഗസി. ഒരു ലെഗസി ആയിട്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയാം. താങ്ക് യു വെരി മച്ച്. അഖിലാമ്മ എന്നോട് 6:15 പറഞ്ഞത്. ആ ടൈം കറക്റ്റ് അല്ലേ? യെസ് മാം. ഓക്കെ. എനിവേ താങ്ക് യു രമ്യ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷനും. ഓക്കെ, അപ്പൊ നമ്മുടെ മെമ്പേഴ്സിന് എന്താ പറയാനുള്ളത് നോക്കാം. സോ ഇത് നിങ്ങളുടെ ടൈമാണ്. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് രമ്യ മാം വെയിറ്റ് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ഫസ്റ്റ് പറയുന്നത്? ഹായ് രമ്യ മാം, നല്ല സൂപ്പർ ടോപ്പിക് ആയിരുന്നു. നല്ലൊരു പ്രസന്റേഷൻ. മാം പറയുന്ന ശൈലി ഇതൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ. പിന്നെ മാം പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാല്, സത്യം പറഞ്ഞാൽ അവരുപ്പയും കുട്ടിയും കൂടി പോണ സമയത്ത് ഉപ്പ അതിനെ ചീത്ത പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും ആ കുട്ടിക്ക് അന്നത്തെ ഒരു ദിവസത്തെ ആ സ്കൂളിലെത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മൂഡിന് അവിടെ ഇല്ലാണ്ടാവുക. അത് നമ്മൾ ചീത്ത പറയാത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് മനസ്സിലായത് ഇപ്പം എന്നെ ഒന്നും പറഞ്ഞില്ല, അപ്പം ഞാൻ ചെയ്തത് തെറ്റാന്ന് ഉൾക്കൊള്ളാൻ ആ കുട്ടീനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ, ഞാൻ അംഗൻവാടി ടീച്ചറാണ്. അംഗൻവാടികളിൽ കുട്ടികളെ നമ്മൾ 3 വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അവരെ നമ്മൾ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് വീണ്ടും വീണ്ടും ചെയ്യുള്ളൂ. ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരോട് അടങ്ങിയിരിക്കടാ പറഞ്ഞിട്ട് നമ്മൾ വഴക്ക് പറഞ്ഞാൽ അവരതിന് ഇരട്ടി ചെയ്യും. ആ സ്ഥാനത്ത് സ്നേഹത്തോടുകൂടി നമ്മൾ അടുത്ത് പിടിച്ചിരുത്തുകയാണെങ്കിൽ അത് പിന്നെ ചെയ്യില്ല. കാരണം അവർക്ക് അത് മനസ്സിലായി ഉണ്ടാവും. നല്ലൊരു ടോപ്പിക് ആയിരുന്നു മാം, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. കാണാൻ സാധിച്ചത് സന്തോഷം. ഹായ് മോർണിംഗ്. വളരെ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു ഇന്നത്തെ. കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കാം. ഓക്കെ. ആദ്യം മുതൽ അവസാനം വരെ കവിതയിലൂടെയും പിന്നെ സ്റ്റോറിയിലൂടെയും വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിലോട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. കുറെ വിവരങ്ങൾ പുതിയതായിട്ട് അറിയാനും കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ. പറഞ്ഞോളൂ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് അറിവുകളാണ് പങ്കുവച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പാട്ടുകൾ വളരെ ലളിതമായ രീതിയിൽ നല്ല കഥയും കവിതയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇനി ഒരുപാട് പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു സ്റ്റോറി ഒരുപാട് പ്രഗത്ഭരായ ആളുകളൊക്കെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് വളരെ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനിയും മാമിന്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. രമ്യ മാം, നല്ല ക്ലാസ് ആയിരുന്നു മാഡം. നല്ല ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഒരു അവതരണമായിരുന്നു കേട്ടോ. അവതരണം ആ ശൈലി നല്ല രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു. ഹലോ, രമ്യ മാം സൂപ്പർ, നല്ലൊരു ക്ലാസ്. ആദ്യം തന്നെ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ച കവിതയാണിത്. പല പല നാളുകൾ ഞാനൊരു പുഴുവായി. പെട്ടെന്ന് നമ്മുടെ ആ ചെറുപ്പകാലത്തിലേക്ക് പോയി. ഫസ്റ്റ് തന്നെ മാം ആ ഒരു കവിതയിലൂടെയാണ് വന്നത്. വളരെ നല്ലൊരു സൂപ്പർ ക്ലാസ്. പിന്നെ മാം ഇപ്പൊ ഒരു ഫഹദ് ഫാസിലിന്റെ ഒരു മൂവിയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു സോങ്. അത് സത്യം പറഞ്ഞ ഞാനല്ല പറഞ്ഞത്, എന്റെ മോനാണ്. അവപ്പൊ 10th പഠിക്കുക. പക്ഷെ ഞങ്ങള് സിനിമ കാണില്ലേ, നമ്മളിപ്പോ അത് ആ ഒരു ട്രെൻഡിലല്ലല്ലോ. പക്ഷെ അവന് ആ സിനിമ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അവരിപ്പൊ സ്ഥിരമായിട്ട് സ്കൂളിലായാലും എവിടെ ആയാലും ചെറിയ കുഞ്ഞു മക്കളടക്കം വായിൽ വരുന്നൊരു പാട്ടാണത്. അപ്പൊ അവൻ വേഗം പറഞ്ഞു, ഇതൊക്കെ കുറെ മുന്നത്തെ ആണല്ലോ, ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, നല്ലൊരു ക്ലാസ് മാം. വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. മാമിന്റെ ക്ലാസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.
Okay, thank you. Good morning, ma'am. ഗുഡ് മോർണിംഗ്. ഹലോ രമ്യ മാം. ആ കേക്കാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ്, നല്ലൊരു ക്ലാസ്. എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ പറ്റി എന്ന് വേണം പറയാനായിട്ട്. ആദ്യം പറഞ്ഞത് ലോവർ സിസ്റ്റം എന്ന് പറഞ്ഞു ഫിലോസഫി അദ്ദേഹത്തിന്റെ. നമ്മൾ വളർത്തുന്നതും തളർത്തുന്നതുമായ ഇടപെടലുകൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകാം. പക്ഷെ അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മുടെ വിധി തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പലപ്പോഴും നമ്മളുടെ വിധി തീരുമാനിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള എന്താ പറയാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അന്നത്തെ ദിവസം മുഴുവനും നമ്മളുടെ മൈൻഡിൽ കറങ്ങുന്നത് ഒരുപക്ഷെ അതായിരിക്കാം. അപ്പൊ എപ്പോഴും നമ്മളുടെ ഒരു വിധിയുടെ താക്കോല് നമ്മളുടെ കയ്യിൽ തന്നെ വെക്കണം എന്നുള്ളതാണ് മാമിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. പിന്നെ നോ പറയേണ്ടിടത്ത് എപ്പോഴും നോ പറഞ്ഞിരിക്കണം. അത് ആദ്യമേ പറഞ്ഞിരിക്കണം. കാരണം എന്ത് കാര്യങ്ങളും നമ്മൾ മനസ്സിലിട്ട് നീറ്റി പിന്നീട് നോ പറയുമ്പോഴാണ് കൂടുതൽ അത് എഫക്റ്റീവായിട്ട് മാറുന്നത്. പിന്നെ പറയേണ്ട രീതി മാറ്റുക. കുട്ടിയുടെ ആയ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഏറ്റവും നന്നായിട്ട് തോന്നി. ഒരുപാട് നല്ല ക്ലാസ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് വേണം പറയാൻ. താങ്ക് യു വെരി മച്ച്. Okay, thank you. അടുത്താണ് ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഇപ്പൊ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം ഇതാണ്, മാന്ത്രികം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം നിങ്ങൾക്കൊക്കെ സജസ്റ്റ് ചെയ്യാണ്. റോണ്ട ബേർഡ് എഴുതിയ ഒരു പുസ്തകമാണ്. നമ്മൾ മറ്റുള്ളവരോട് എത്രത്തോളം നന്ദി ഉള്ളവരാണോ അതിനനുസരിച്ചുള്ള നന്ദി നമുക്ക്, കൃതജ്ഞത നമുക്ക് തിരിച്ചു കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ വളർത്തുന്ന ഇടപെടൽ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം ഒരു സങ്കല്പമാണ്. കാരണം നമ്മള് നേരത്തെ ആ സാറിന്റെ കഥ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് ഹാൾ ടിക്കറ്റ് ഇത് മാർക്ക് ലിസ്റ്റ് മറന്ന പോലെ ആ ഒരു സെന്റൻസ് മതിയാവും നമ്മളെ കൂടെ ഉള്ളവരെ വളർത്തണോ തളർത്തണോ തീരുമാനിക്കാൻ. അപ്പൊ നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ മതിയാവും. ഇപ്പൊ ജോലിക്ക് ഞാൻ ഇറങ്ങി പോകുന്നു, ഞാൻ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. നമ്മളെ മക്കൾ സ്കൂൾ ഇറങ്ങി പോകുന്നു, തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷെ നമ്മള് ഒരു നെഗറ്റീവ് പറഞ്ഞു വിടുമ്പോൾ ഒരു പോസിറ്റീവ് പറഞ്ഞു വിടുമ്പോഴും അതിന് അവരെ മനസ്സിൽ നമുക്കുള്ള ഒരു സ്ഥാനമുണ്ട്. എപ്പോഴും ചീത്ത പറയുന്ന ഒരു അമ്മ അല്ലെങ്കിൽ എപ്പോഴും ചൂടാവുന്ന ഒരു അച്ഛൻ, എപ്പോഴും വികൃതിയാട്ടുന്ന ഒരു കുട്ടി, ആ വികൃതി എന്ന് പറയുന്നതിന് ആ കുട്ടിക്ക് കിട്ടുന്നത് നമ്മളെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് വേറൊരു തരത്തിലേക്ക് മാറ്റാൻ എങ്ങനെ നമുക്ക്. ഇപ്പൊ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോ എന്നും ഞങ്ങളിങ്ങനെ നന്ദി പറയും വീട്ടിലുള്ളവരെ. അപ്പൊ മോനിപ്പോ 4 വയസ്സായിട്ടുള്ളൂ, ചെറിയൊക്കെ. അപ്പൊ അവൻ ചോദിക്കും, പപ്പാന്ന് നന്ദി പറഞ്ഞിട്ടില്ലല്ലോ, അമ്മന്ന് നന്ദി പറഞ്ഞിട്ടില്ലല്ലോ, നന്ദി പറയണ്ടേ? അങ്ങനെ അവൻ ചോദിക്കും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ മക്കള് കണ്ടുപഠിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവരെ പരിഗണിക്കാത്തത് കൊണ്ടോ മറ്റോ നമ്മളത് മറന്നു പോകുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് ഒന്ന് വായന വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇതുവരെ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിവസം ഒരു പേജ് മതി. കാരണം ആദ്യം തന്നെ 10 പേജ് ഫുള്ള് വായിക്കുക അല്ലെങ്കിൽ പുസ്തകം ഫുള്ള് വായിക്കുക നടക്കാത്ത കാര്യമാണ്. അപ്പൊ ചെറിയ ടാസ്ക്, ചെറിയ തവളേനെ തിന്നുക എന്നുള്ളൊരു പ്രയോഗമുണ്ട്, കഷ്ണം കഷ്ണാക്കി തിന്നുക. അതുപോലെ ഒരു പേജ് വായിച്ചു തുടങ്ങുക. ഇങ്ങനെ എല്ലാവർക്കും അതിനും കൂടി ഒന്ന് ശ്രമിച്ച ഒന്നും കൂടി നമ്മൾ മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഷീല മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീല മാം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് മാം. തീർച്ചയായിട്ടും നമ്മള് വളർന്നു വന്ന സാഹചര്യവും നമ്മൾ ഇപ്പോഴെങ്ങനെയാണ് മക്കളെ വളർത്തുന്നതെന്നുള്ളത് ഒരു കമ്പാരിഷനും നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ലൈഫിൽ വേണം എന്നുള്ള കാര്യങ്ങളും വളരെയേറെ നല്ലതായിട്ട് സ്റ്റോറിയിലൂടെ പോയത്തിലൂടെ ഒക്കെ ആയിട്ട് മാം പറഞ്ഞു തന്നു. അപ്പം അതിൽ നിന്നും നാം എന്തെല്ലാം തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം. ഈവൻ മക്കളോട് പെരുമാറുന്നതാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവരോട് പെരുമാറുന്നതാണെങ്കിലും അത് എത്രമാത്രം ഇമ്പാക്റ്റ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ അവരെ വളർത്താനും അതുപോലെ തന്നെ അവരെ വളർത്താനും കഴിയും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു പാഠമാണ് എനിക്ക് കിട്ടിയത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം.
ഓക്കെ, താങ്ക് യു ഷീല മാം. ഇനി ആരെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ. രമ്യ ആ, മാം മാം പറഞ്ഞ അതുപോലെ ആ സിനിമയിലത്തെ ഒരു ഭാഗം പറഞ്ഞല്ലോ, പൃഥ്വിരാജിന്റെ ചിത്രം വരച്ചത്. പക്ഷെ ആ പൃഥ്വിരാജ് ആ കുട്ടീനെ വഴക്ക് പറയായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ചിത്രം വരയ്ക്കാനുള്ള ആ ഒരു കഴിവിനെ നമ്മളവിടെ ഇല്ലാതാക്കിയിരുന്നു. പക്ഷെ അതിനെ ചെയ്തുകൊണ്ട് ആ കളർ എടുത്ത് കൊടുത്തപ്പോ ആ കുട്ടിക്ക് വരയ്ക്കാനുള്ളൊരു എന്താ പറയുക, ഒരു ഇഷ്ടം, ആ ഒരു ഇൻട്രസ്റ്റ് കൂടിയേ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഭാഗം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേട്ടപ്പോ. അതാണ് ഞാൻ പറഞ്ഞ നമുക്ക് വളർത്താനും തളർത്താനും നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി. അത് നമ്മളെയാണെങ്കിലും ചുറ്റുപാടുള്ള ആളുകളെയാണെങ്കിലും. സത്യം, എക്സാക്ട്ലി. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബുക്ക് കൂടിയാണ് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട റോബിൻ ശർമ്മന്റെ ബുക്കാണ് ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ മരിക്കണം എന്നുള്ളത് ആ ബുക്ക് ഒരിക്കലെങ്കിലും വായിക്കാത്തവർ വായിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. നൗഫൽ സാർ പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മളെ മരണവാർത്ത നമ്മളാണ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ അധ്യാപിക മരിച്ചു എന്നോ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ട്രെയിനർ മരിച്ചു എന്നോ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അയാൾ മരിച്ചു എന്നുള്ള വാർത്ത നമ്മളാണ് തയ്യാറാക്കേണ്ടത്. ഒരു ഫോട്ടോ വെച്ചിട്ട് തയ്യാറാക്കിയോ അങ്ങനെ ഒരു വാർത്ത തയ്യാറാക്കിയാൽ നമുക്കറിയാം നമ്മളൊക്കെ അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വന്നില്ലെങ്കിൽ കഴിഞ്ഞു ഒക്കെ. അപ്പൊ രമ്യാവില്ല, നമ്മളാ എല്ലാരും പേരുകളാവില്ല, അപ്പൊ എല്ലാരും ഒരേ പേരേ ഉണ്ടാവുള്ളൂ, ശവം. അതുകൊണ്ട് അതാവുന്നതിന്റെ മുമ്പ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ നന്നായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്. അപ്പം ഇനി ഫീഡ്ബാക്ക് പറയാൻ ആരെങ്കിലും റെഡി ആയവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ആ മുസ്തഫ സാർ. സാർ മ്യൂട്ടാണ് കേട്ടോ, സാർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. മുസ്തഫ സാർ മ്യൂട്ടാണേ. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കുന്നുണ്ടോ? ആ യെസ്, ഇപ്പോൾ ഓഡിയബിൾ ആണ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. മറ്റേ ഇപ്പൊ നമ്മള് തീരുമാനിക്കണം എന്താണ് വേണോ വേണ്ടെന്നുള്ള കാര്യം. അത് നല്ലൊരു കാര്യമാണ്, കാരണം നമ്മളതിലാണ് എല്ലാം ഉള്ളത്. ഒന്നും കൂടി കേട്ടപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു. അതുപോലത്തെ ഇനി നമുക്ക് കിട്ടായിരിക്കും നന്നായിട്ട് നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാട് വരുത്താൻ പറ്റുമായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മുസ്തഫ സാർ. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ? ഇല്ല. ഓക്കെ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ രമ്യ മാം? എനിക്ക് 7 മണിക്ക് വേറൊരു സെഷനും കൂടി ഉണ്ട്. ആണോ? ഓക്കെ മാം. അപ്പം ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു സെഷന് ഇവിടെ എടുത്ത് രമ്യ മാമിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത് ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാ ടീം മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള സെഷൻ രമ്യ മാമിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു. പ്രത്യേക ഒരു സ്നേഹം അഖില മാമിനാണ്. കുറെ ദിവസമായി എന്നെ വിളിക്കണം. എനിക്ക് ഇന്നാവും എന്റെ ദിവസം. അപ്പോ അതിന് അഖില മാമിനോട് പ്രത്യേക താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ജീവിതം മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you. Thank you, ma'am. താങ്ക് യു.